ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിവസം രാത്രിയിൽ മദ്യപിച്ച് ബോധമില്ലാതെ വഴിയോരത്ത് ലോട്ടറി കച്ചവടം നടത്തിയ ഒരു വ്യക്തിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഉപ്പുമുളകും സീരിയലിലൂടെ എല്ലാവർക്കും പ്രിയങ്കരനായി മാറിയ സിദ്ധാർത്ഥ് പ്രഭു. പക്ഷേ ഈ ഒരു സമയത്ത് സിദ്ധാർത്ഥിനെ കയ്യിൽ കിട്ടിയ നാട്ടുകാർ സിദ്ധാർത്ഥിനെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും പൊതിരെ തല്ലുകയുമാണ് ചെയ്തത്. പിന്നീടാണ് ഉദ്യോഗസ്ഥർ വന്ന് സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഉദ്യോഗസ്ഥരോടും ആ ഒരു സമയത്ത് സിദ്ധാർത്ഥ് തട്ടിക്കയറുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്നത്. എന്നാൽ ആ ഒരു ഒറ്റ ദിവസത്തെ പ്രവൃത്തി സിദ്ധാർത്ഥിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത സിദ്ധാർത്ഥിനെ ആവട്ടെ ഉപാധികളോടുകൂടി ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ സിദ്ധാർത്ഥ ആവട്ടെ ആദ്യം ചെയ്തത് മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഒരു വീഡിയോ പുറത്തു വന്നതിനു ശേഷം ഒരുപാട് പേർ സിദ്ധാർത്ഥിനെ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നിരുന്നു. നിനക്കൊക്കെ പണത്തിന്റെ അഹങ്കാരമാണെന്നും കുറച്ചുപേർ അറിയപ്പെടുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നീയൊക്കെ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള കമന്റുകൾ വന്നതോടുകൂടിയാണ് സിദ്ധാർത്ഥ് സോഷ്യൽ മീഡിയയിൽ പോലും നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. എന്നാൽ അതേസമയം ഉപ്പുമുളകിലേക്ക് ഇനി വീണ്ടും സിദ്ധാർത്ഥ് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ്. ഈ ഒരു കാര്യത്തെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയാതെയാണ് സിദ്ധാർത്ഥ് ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വീണ്ടും സിദ്ധാർത്ഥ് തന്നെ ഉപ്പുമുളകിലേക്ക് വരണമെന്നും ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്, പക്ഷേ ആ ഒരു കാരണത്താൽ സിദ്ധാർത്ഥ് ഇങ്ങനെ എല്ലാവരിൽ നിന്നും വിട്ടുമാറി നിൽക്കരുത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. സിദ്ധാർത്ഥ് മാത്രമല്ല, ആ ഒരു സമയത്ത് എല്ലാവരും കുടിച്ചുകൊണ്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു അന്ന് സിദ്ധാർത്ഥിന് സംഭവിച്ചത്. അതൊന്നും കാര്യമാക്കണ്ടെന്നും എന്തായാലും വീണ്ടും ജീവിതത്തിലേക്ക് പഴയതുപോലെ തന്നെ തിരിച്ചെത്തണം എന്നുള്ള കമന്റുകളും സിദ്ധാർത്ഥിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേർ രേഖപ്പെടുത്തുകയാണ്.